ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻട്രി ടെക്നിക്കൽ എക്സാമിനേഷൻസിൻ്റെ അടുത്ത യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ RRB JE എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ജൂലൈ ടു സെപ്റ്റംബറിൽ റിലീസ് ആവാൻ പോവുകയാണെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ഇനി മുതൽ എല്ലാ വർഷവും കംപ്ലീറ്റ് ആയിട്ടും റെയിൽവേയുടെ എക്സാമിനേഷൻസ് നടക്കുമെന്നൊക്കെയാണ് നമ്മുടെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ RRB JE എക്സാമിനേഷൻ, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ 6 മാസം കൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്താണ് JE എക്സാമിനേഷൻ, ഇതിലൂടെ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്, ഈ എക്സാമിനേഷൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വരുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ സിലബസും ഈ സിലബസിനനുസരിച്ച് 100% സിലബസ് കവറേജ് വരുന്ന രീതിയിൽ എങ്ങനെ വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാം എന്നുള്ള പ്ലാനുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ടിപ്പ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് RRB JE എക്സാമിനേഷൻ എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. JE എക്സാമിനേഷൻ എല്ലാവർക്കും അറിയാം, ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ ആണ് അല്ലേ. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ കീഴിൽ വരുന്ന റെയിൽവേയിലെ പല എഞ്ചിനീയർ തസ്തികകളിലേക്കും ഉള്ള ജോലികൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും 4 പോസ്റ്റുകളാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടേക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഈ 4 സ്ട്രീമുകളിൽ നിന്നുമുള്ള എഞ്ചിനീയേഴ്സിനെയും അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയേഴ്സിനെയും ചില കേസസിൽ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി എഞ്ചിനീയേഴ്സിനെയും വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ 4 എണ്ണത്തിൻ്റെയും കംപ്ലീറ്റ്ലി ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകളും അതുപോലെ തന്നെ DMS, അതായത് നമ്മുടെ ഡിപ്പോ മെറ്റീരിയൽ സൂപ്പറിൻറ്റൻഡൻറ്റും, അതിനുശേഷം CMA അല്ലെങ്കിൽ നമ്മുടെ കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റൻറ്റും. ഈ പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ സാധാരണ നടത്തപ്പെടാറുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു എക്സാമിനേഷൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് മെയിനായിട്ട് 4 സ്റ്റെപ്സിലൂടെയാണ് നടക്കുന്നത്. ഫസ്റ്റത്തെ സ്റ്റേജ് CBT 1 എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് നമ്മൾ CBT 2 അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBT, അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനുമാണ് വരുന്നത്. CBT ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ സെക്കൻഡ് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CBT എങ്ങനെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നാണ്. ഓക്കെ, അപ്പോൾ ജൂലൈ ടു സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് ആരും വിചാരിക്കരുത്. നോർമലി ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് വേഗം അടുത്ത് തന്നെ എക്സാമിനേഷനൊക്കെ നടക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു തിരക്കിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളിപ്പോൾ തന്നെ പ്രിപ്പറേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾക്കറിയാം ഓൾറെഡി നോട്ടിഫിക്കേഷൻ വരും എന്ന് അല്ലേ. ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു എക്സാമിനേഷൻ്റെ ഫസ്റ്റത്തെ ലെവൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ആക്കാൻ പറ്റുക ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഈ എക്സാമിനേഷൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്കീം ഓഫ് ദി എക്സാമിനേഷൻ ആണ്, അതായത് എക്സാമിനേഷൻ്റെ പാറ്റേൺ. CBT 1 ഇവിടെ 4 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 സെക്ഷൻസിനും നിങ്ങൾക്ക് ഇവിടെ വെയിറ്റേജ് ഈസിലി കാണാൻ പറ്റുന്നുണ്ടാകും. മാത്തമാറ്റിക്സിൽ നിന്നും നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വീതം 30 മാർക്കാണ് മാത്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, 25 മാർക്കാണ് വരുന്നത് 25 ക്വസ്റ്റ്യൻസിൽ നിന്നും. അതിനുശേഷം ജനറൽ അവയർനെസ്, ഏറ്റവും ലീസ്റ്റ് വെയിറ്റേജ് വരുന്നത് ജനറൽ അവയർനെസ്സിനാണ്. പക്ഷേ ജനറൽ അവയർനെസ് വിട്ട് കളയരുത്. എന്തിനാണെന്ന് ഞാൻ നെക്സ്റ്റ് പറഞ്ഞു തരാം. വീണ്ടും ജനറൽ അവയർനെസ്സിൽ നിന്നും 1 മാർക്ക് 1 ക്വസ്റ്റ്യൻ വീതം 15 മാർക്സ് 15 ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം ജനറൽ സയൻസ് ആണ് വരുന്നത്. ജനറൽ സയൻസ് നമ്മൾ 10th വരെ പഠിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ടോപ്പിക്സ് ഒക്കെ വരുന്നത്. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി തന്നെയാണ് വരുന്നത്. അതിന് 30 മാർക്കാണ്, 30 ക്വസ്റ്റ്യൻസിൽ നിന്നും 30 മാർക്കാണ് വരും. ഓക്കെ, ടോട്ടലി നമുക്ക് 100 ചോദ്യങ്ങൾ 100 മാർക്സ് വരുന്നു. അതിന് നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ് ടൈം ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ CBT ഫസ്റ്റ് സ്റ്റേജിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ. ഇതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കൂടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഇത് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ സിലബസ് ആണ്. മാത്തമാറ്റിക്സിൻ്റെ എല്ലാ സിലബസും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്പർ സിസ്റ്റംസിൽ നിന്നായിരിക്കും അല്ലേ. എന്തൊക്കെയാണ് നമ്പർ സിസ്റ്റംസിൽ പഠിക്കുക?
പല ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഏതൊക്കെയാണ്, ഡെസിമൽസ് എന്താണ്, ഫ്രാക്ഷൻസ് എന്താണ്, അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്പർ സിസ്റ്റംസിൽ നമ്മൾ പഠിക്കാറ്. പിന്നെ വരുന്നത് പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്. സോ പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ഇങ്ങനെ ഒരു ടാങ്കിൽ പൈപ്പ് എ വെള്ളം നിറയ്ക്കുന്നു, പൈപ്പ് ബി വെള്ളം കളയുന്നു. അപ്പോൾ ഇത്ര സമയം രണ്ടും തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നേരം കൊണ്ട് ആ ടാങ്ക് ഫില്ലാവുന്നുള്ള ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ്. അത് തന്നെയാണ് നമ്മുടെ ഈ പൈപ്പ് ആൻഡ് സിസ്റ്റേൺസ് എന്ന് പറയുന്ന ടോപ്പിക് തന്നെയാണ് നമുക്കിവിടെ ടൈം ആൻഡ് വർക്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസിലി പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കാലണ്ടർ ആൻഡ് ക്ലോക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. 1989 മെയ് 2 ഏത് ദിവസമാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അച്ഛൻ്റെയും മകൻ്റെയും പ്രായം തമ്മിലുള്ള റേഷ്യോ, അതിനെയാണ് നമ്മൾ ഏജ് കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ട്രിഗ്നോമെട്രി, ആൽജിബ്ര, അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. എല്ലാവരുടെയും ചെറിയ രീതിയിൽ പേടി സ്വപ്നമായിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ അഡ്വാൻസ് മാത്തമാറ്റിക്സിൽ വരുന്ന ട്രിഗ്നോമെട്രിയും ആൽജിബ്രയും ജിയോമെട്രിയും ഒക്കെ. പക്ഷേ നമ്മൾ മാത്സിന് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാമെങ്കിൽ ആക്ച്വലി മാത്സിൻ്റെ അത്രയും എളുപ്പത്തിൽ മാർക്ക് നമുക്ക് വേറെ ഒന്നിലും കിട്ടില്ല. കാരണം ഈ ഒരു വാസ്റ്റ് സിലബസ് അല്ലല്ലോ, ഈ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഓൾറെഡി വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സിലബസ് ആണ്. സോ അപ്പോൾ അതെങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസിലി നിങ്ങൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാത്സിൻ്റെ ടോപ്പിക്സ്. ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നത് പൈപ്സ് ആൻഡ് സിസ്റ്റേൺസിൻ്റെ അതേ ഒരു അനാലജി തന്നെയാണ് വരുന്നത്. റേഷ്യോ, പ്രൊപ്പോർഷൻ, LCM, HCF. നെക്സ്റ്റ് വരുന്നത് പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ഫ്രാക്ഷൻ, ഡെസിമൽ, ബോട്ടമസ്, ജിയോമെട്രി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നെക്സ്റ്റത്തെ ടോപ്പിക്കിൽ മാത്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്. സോ ഇതിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് സാധാരണ ജെഇക്ക് വരിക. കൂടുതലും ഇവിടെ വെർബൽ റീസണിങ്ങിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അതായത് അനാലജിയും സിമിലാരിറ്റി, ഡിഫറൻസസ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ ചോദ്യങ്ങൾ. പിന്നെ ഡിസിഷൻ മേക്കിംഗ് അനുസരിച്ചിട്ടുള്ള മേ ബി സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ് തുടങ്ങിയ തരത്തിലുള്ള ടോപ്പിക്സ് ഒക്കെ വരാറുണ്ട്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, വിഷ്വൽ റീസണിങ്ങിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ജെയിൽ അങ്ങനെ വരാറില്ല. ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷെ ഭയങ്കര രീതിയിൽ അങ്ങനെ വരാറില്ല. പിന്നെ വരുന്നത് വെൻ ഡയഗ്രാം, സിലോജിസംസ് ഒക്കെയാണ്. സോ ഇത് ഉപയോഗിച്ചിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ് ആണ്. ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ് എല്ലാവർക്കും അറിയാലോ. കൂടുതലായിട്ടും വരുന്നത് കറണ്ട് അഫയേഴ്സ് തന്നെയായിരിക്കും. സോ ഇപ്പോഴുള്ള കറണ്ട് അഫയേഴ്സ് ഒരു 6 months തൊട്ട് 2 years വരെയുള്ള കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സിൽ വരിക. അതിനുശേഷം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ കൂടുതലും ഇന്ത്യനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്ത്യയുടെ ജിയോഗ്രഫി, ഇന്ത്യയുടെ ഹിസ്റ്ററി, മേജർ റിവേഴ്സ്, ഡാംസ്, നാഷണൽ മൂവ്മെൻറ്റ്സ്, ഹിസ്റ്ററി, ഡൈനസ്റ്റീസ്, ഫൗണ്ടേഴ്സ്, പിന്നെ ഫ്രീഡം മൂവ്മെൻറ്റ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമി അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അടുത്തത് ജനറൽ സയൻസ് ആണ്. സോ ജനറൽ സയൻസിൽ നിന്നും കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ലൈഫ് സയൻസസ് ആണ്. ബേസിക്കലി കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ബയോളജി, നമ്മൾ 10th വരെ പഠിക്കുന്ന കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ബയോളജിയിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഇവിടെ കൂടുതലായിട്ടും വരും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ CBT 1ൻ്റെ സിലബസ് ആണ് കേട്ടോ. സോ CBT 1ൽ 4 സെക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇനി ഞാനിവിടെ നിങ്ങൾക്ക് CBT 2ൻ്റെ കാര്യം കൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ജനറൽ അവയർനെസ് 15 മാർക്കിനേ ഉള്ളൂ, പക്ഷേ അതിനെ വിട്ട് കളയരുത് എന്ന്. അതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ. CBT 2ലേക്ക് നിങ്ങൾ പോകുമ്പോൾ CBT 1ൽ നിന്നും നിങ്ങൾക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ഒറ്റ ടോപ്പിക്കേ ഉള്ളൂ, അത് നമ്മുടെ ജനറൽ അവയർനെസ് ആണ്. സോ നിങ്ങൾ CBT 1 കഴിഞ്ഞിട്ട് CBT 2ലേക്ക് പോകുമ്പോഴേക്കും ജനറൽ അവയർനെസ് മാറുമോ? ഇന്ത്യയുടെ ക്യാപിറ്റൽ അപ്പോഴേക്കും വേറെ ക്യാപിറ്റൽ ആവുമോ? ഡെഫിനറ്റ്ലി ഇല്ല. സോ നിങ്ങൾ അവിടെ പഠിക്കുന്നത് തന്നെയാണ് ഇവിടേക്കും കൊണ്ടുപോകുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെയിറ്റേജ് കുറവാണെങ്കിലും ജനറൽ അവയർനെസ്സിനെ വിട്ട് കളയരുത്. നിങ്ങൾ ജോലിയിലേക്ക് എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഒറ്റ ഫസ്റ്റത്തെ ലെവൽ മാത്രം ക്ലിയർ ചെയ്യണം എന്നുള്ള ആ ഒരു ഷോർട്ട് ടേം വിഷൻ അല്ലാതെ ഇത്തിരി ലോങ് ടേം വിഷനിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ സെക്കൻഡ് ടിയറിലേക്കും കൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് ജനറൽ അവയർനെസ് നന്നായിട്ട് പഠിക്കുന്നത് ഡെഫിനറ്റ്ലി വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ബാക്കി വരുന്നത് നമ്മുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളാണ്. ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി നേരത്തെ ഉണ്ടായിരുന്ന ജനറൽ സയൻസ് അല്ലേ, അതിനെ ഒന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതിനുശേഷം എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ആയിട്ട്, ബേസിക്കലി എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഒരു പുതിയ സബ്ജക്റ്റ് ന്യൂ ആയിട്ട് ഇവിടെ വരുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആണ്. സോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിനാകെ 10 മാർക്കേ ഉള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ഏജ് വെച്ചിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിന് നമുക്ക് ഒരുപാട് ഇരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല.
നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഓൾറെഡി അവെയർ ആണല്ലോ ബേസിക് ആയിട്ടുള്ള ടെക്നോളജി റിലേറ്റഡ് സ്റ്റഫ് ഒക്കെ. സോ അതുകൊണ്ട് അതിലേക്ക് നമ്മൾ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടും മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തിട്ടും ഈസിലി നിങ്ങൾക്കിത് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് എല്ലാം കൂടെ ടോട്ടലി വന്നിരിക്കുന്നത് 50 മാർക്കിനാണ്. എന്നാൽ ഇവിടെ നിങ്ങളുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ 100 മാർക്കിന് നിങ്ങളുടെ ടെക്നിക്കൽ എബിലിറ്റീസ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ കുറേ പോസ്റ്റുകൾ പറഞ്ഞല്ലേ, CMA DMS എന്നൊക്കെ പറഞ്ഞിട്ട് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ. സോ ആ നിങ്ങൾ ഏതാണോ സ്ട്രീം സെലക്ട് ചെയ്യുന്നത് ആ ടെക്നോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ 100 മാർക്കിന് വരുന്നത്. ഓക്കെ, സോ ടോട്ടലി 150 മാർക്കിനാണ് എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അതിന് നിങ്ങൾക്ക് കിട്ടുന്ന സമയം 2 hours ആണ്, 2 മണിക്കൂറിലാണ് ഈ എക്സാമിനേഷൻ നടക്കുക. അപ്പോൾ CBT സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റഡി പ്ലാൻ ആണ്. ഓക്കെ, സോ അപ്പോൾ 6 months ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റേജിൽ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഏതാണെങ്കിലും കുഴപ്പമില്ല, കോമൺ ആയിട്ടുള്ള CBT ആണ് എല്ലാവർക്കും വരുന്നത്. സോ നിങ്ങളുടെ നീഡിനനുസരിച്ചിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാനിനെ മോഡിഫൈ ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇന്നത്തെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് 3 പാർട്സ് ആയിട്ടാണ്. സോ ഞാൻ പറഞ്ഞു 1 to 6 months ആണ്, അല്ലെങ്കിൽ 6 മാസമാണ് നിങ്ങളുടെ ഈ സ്റ്റഡി പ്ലാനിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതിൽ 1 to 4 months ആണ് നമ്മൾ പ്രോപ്പറായിട്ട് ബേസിക് കോൺസെപ്റ്റ്സ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് 1 to 4 months ഇവിടേക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ബേസിക്സ് ആയിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ നെക്സ്റ്റത്തെ 2 മാസങ്ങളുണ്ട് അല്ലേ, നമ്മുടെ 5th month നമ്മൾ കൂടുതലായിട്ടും വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വീക്കർ ഏരിയാസ്, നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തുന്ന ഏരിയാസ് ഏതൊക്കെയാണ് കണ്ടുപിടിക്കുക. എന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നു. ഇനി ലാസ്റ്റത്തെ മന്തിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ടൈമിലാണ്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് എത്രയും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം എന്നാണ് ലാസ്റ്റത്തെ മന്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലിയർ ആയല്ലോ? ആദ്യത്തെ 4 മാസം കൊണ്ട് തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് ഈ എക്സാമിന് വേണ്ട എല്ലാ കോൺസെപ്റ്റുകളും പഠിച്ച് വൃത്തിയാക്കി വെക്കും. അതിനുശേഷം 5th month നിങ്ങൾക്ക് പ്രോബ്ലം വരുന്ന ഏരിയാസിലോ അല്ലെങ്കിൽ വീക്കർ ഏരിയാസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കും. ലാസ്റ്റത്തെ മന്തിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ടൈമിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാനിൻ്റെ ഒരു ബേസിക് ഐഡിയ. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ആദ്യത്തെ 4 മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സെയിം റുട്ടീനാണ് കേട്ടോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മാസത്തിനെ വീക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വീക്കിൽ എത്ര ദിവസമുണ്ട്, ഒരു വീക്കിൽ 7 days ആണ് വരുന്നത്. അതിനെ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് 3+3+1 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ആദ്യത്തെ 3 ദിവസത്തിനെ നമുക്ക് ഒരു മൊഡ്യൂളായിട്ട് സെലക്ട് ചെയ്യാം. പിന്നത്തെ 3 ദിവസത്തിനെ നമുക്ക് അടുത്ത മൊഡ്യൂളായിട്ട് സെലക്ട് ചെയ്യാം. ലാസ്റ്റ് വരുന്ന ഒരു ദിവസത്തിനെ നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂളായിട്ട് സെലക്ട് ചെയ്യാം. നമ്മളപ്പോൾ അങ്ങനെ മൊത്തം 3 modules ആയിട്ടാണ് വെക്കുന്നത്. സോ ഈ ലാസ്റ്റ് വരുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രാക്ടീസിന് അല്ലെങ്കിൽ റിവിഷന് വേണ്ടിയിട്ടുള്ള മൊഡ്യൂളാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, സോ ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇവിടെ ആദ്യത്തെ 3 ദിവസത്തിൽ വരുന്ന ആ മൊഡ്യൂളിൽ 2 സബ്ജക്റ്റുകൾ മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാത്സ് ഉണ്ട്, നമുക്ക് റീസണിങ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് ഉണ്ട് അല്ലേ. സോ മാത്സിൻ്റെ കൂടെ ഒന്നെങ്കിൽ ജനറൽ അവയർനെസ് ക്ലബ് ചെയ്യുക അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസ് ക്ലബ് ചെയ്യുക. അതുപോലെ റീസണിങ്ങിൻ്റെ കൂടെ ഒന്നെങ്കിൽ ജനറൽ അവയർനെസ് ക്ലബ് ചെയ്യുക അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസ് ക്ലബ് ചെയ്യുക. ഏതാണോ ഒന്നിലെടുത്തത് മറ്റതിനെ ഇവിടെ എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം ആദ്യത്തെ 3 ദിവസം കൊണ്ട് നിങ്ങൾ 2 ഈ സബ്ജക്റ്റുകളാണ് ഇവിടെ ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത്. പിന്നെ ബാക്കി വരുന്ന 3 ദിവസങ്ങളിലാണ് മറ്റ് 2 സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ആ ദിവസത്തിൽ ആ ആഴ്ചയിൽ വരുന്ന എക്സ്ട്രാ ഡേയിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ പഠിച്ചത് മുഴുവൻ ആ ദിവസം നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ ഞാനത് ഇച്ചിരിയും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ഇത് പഠിക്കുന്നതിൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഏത് ലെവലാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ആളായിരിക്കും. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലെവൽ എന്ന് പറയുന്നത്
ബിഗിനേഴ്സ് അല്ലെങ്കിൽ ബേസിക് ലെവലാണ്. സോ നിങ്ങൾ തുടക്കക്കാരായിരിക്കും. ഇനി നമ്മുടെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്, നിങ്ങൾ കുറച്ചൊക്കെ എക്സാമിനേഷൻസ് അങ്ങനെ എക്സാം ഹാളിൻ്റെ അടുത്ത് കൂടെയൊക്കെ പോയിട്ടുണ്ട്, ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു മോഡറേറ്റ് ലെവലായിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. അതല്ല, നിങ്ങൾ അത്യാവശ്യം ഒത്തിരി എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എക്സാമൊക്കെ അറ്റംപ്റ്റും ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ബേസിക്സ് ഒക്കെ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി വളരെ അഡ്വാൻസ് ലെവലായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലെവൽ ഇതിൽ ഏതാണോ അത് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക. അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ നമ്മളിതിനെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നിങ്ങളൊരു ബേസിക് ലെവൽ അല്ലെങ്കിൽ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കാം. ഓക്കെ, ഈ 3+3+1 എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത് കേട്ടോ. സോ ഇത് 3+3+1 ആണ് നമ്മൾ ഇവിടേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3. സോ ഇതിനെ നമുക്ക് M1 ആയിട്ട് എടുക്കാം, ഇത് നമ്മുടെ M2 ആയിട്ട് എടുക്കാം, ഇത് നമ്മുടെ M3 ആണ്. ഓക്കെ, സോ മൊഡ്യൂൾ 1ലുള്ള ഒരു ദിവസം നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. നമ്മളിവിടെ കുറച്ച് സെഷൻസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സെഷൻ ഞാനൊരു 2.5 hours ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ആദ്യത്തെ ദിവസം മൊഡ്യൂൾ 1ലെ ഒന്നാമത്തെ ദിവസം ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് 2.5 hours ഞാനിവിടെ മാത്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ റീസണിങ് ക്ലബ് ചെയ്യരുത്, കാരണം രണ്ടിലും ഫോർമുലാസും രണ്ടിനും പേനയും പേപ്പറും ആവശ്യമാണ്. റഫ് വർക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് വരുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെയുള്ള രണ്ടെണ്ണത്തിന് ഒരേ ദിവസം ക്ലബ് ചെയ്യരുത് കേട്ടോ. ഒന്ന് ഇങ്ങനെയുള്ളതും പിന്നെ ഇപ്പം ജനറൽ സയൻസും ജനറൽ അവയർനെസ്സും ഒക്കെ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൻസർ കിട്ടും അല്ലേ. സോ അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ക്ലബ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഫസ്റ്റത്തെ 2.5 hours നിങ്ങൾ മാത്സിന് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അടുത്ത 1.5 hours നമ്മൾ കൊടുക്കാൻ പോകുന്നത് മേ ബി ജനറൽ അവയർനെസ്സോ ജനറൽ സയൻസോ ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ജനറൽ അവയർനെസ് ആണ് എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞ കാര്യം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് തന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാത്സിന് 2.5 മണിക്കൂർ കൊടുത്തു. ഈ 2.5 മണിക്കൂർ മാത്സ് നിങ്ങൾ എന്താ പഠിക്കാൻ പോകുന്നത്? നിങ്ങൾ ഈ 2.5 മണിക്കൂറിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഇതിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് പോകുന്നത് ആദ്യത്തെ 1.5 hours പിന്നെ വരുന്ന 1 hour ആയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ 1.5 hours നിങ്ങൾ മാക്സിമം ക്ലാസ്സസ് കാണും. ഓക്കെ, എല്ലാം നിങ്ങൾ ബുക്കിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ച് നിങ്ങളുടെ ലൈഫ് തീരുന്നേ ഉള്ളൂ. ഇപ്പം വർക്കിംഗ് ഹാർഡിനെക്കാളും യു ഷുഡ് വർക്ക് സ്മാർട്ട് അല്ലേ. ഏറ്റവും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവർക്കാണ് ഏറ്റവും നല്ല സക്സസ് കിട്ടുക. കാരണം നമ്മുടെ കയ്യിൽ ഇത്രയും നല്ല ടെക്നോളജീസും ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസും ഉള്ളപ്പം നമ്മൾ അതൊക്കെ യൂസ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് വെറുതെ മണ്ടന്മാരായി പോകുന്നത്. ഓക്കെ, സോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ റിസോഴ്സസും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, ഓൺലൈൻ ട്യൂഷൻസ് അവൈലബിൾ ആണ്, ഇഷ്ടം പോലെ ഫ്രീ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നമ്മുടെ എൻട്രി ആപ്പിൽ തന്നെ ഓരോ എക്സാമിന് വേണ്ടിയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാച്ചസ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ മിസ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്, നിങ്ങളുടെ കയ്യിൽ നിന്നാണ് ആ ഒരു ടൈം വെറുതെ വേസ്റ്റ് ആയി പോകുന്നത്. സോ ആദ്യത്തെ 1.5 മണിക്കൂർ നിങ്ങൾ ഇവിടേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് മസ്റ്റായിട്ടും ക്ലാസ്സസ് കാണുക. അതായത് ഏത് ടോപ്പിക്കാണോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ ക്ലാസ്സസ് കാണുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് മാക്സിമം കാണാനായിട്ട് പറ്റും. അതായത് ഓൾറെഡി ഒരാൾ പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. അപ്പോൾ ഇതേ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇതേ സ്റ്റഡി പ്ലാൻ നിങ്ങൾ സ്വന്തം ഇരുന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ തന്നെ വേണം 3 ദിവസം. ഇത് പക്ഷേ 30 മിനിറ്റിൽ കേട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു അല്ലേ. സെയിം തിങ്. സോ മാക്സിമം ക്ലാസ്സസ് 1.5 മണിക്കൂറും കൊണ്ട് നിങ്ങൾ ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് അത് കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷമുള്ള 1.5 മണിക്കൂർ നിങ്ങൾ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 1.5 മണിക്കൂർ ക്ലാസ്സസ് കാണുക. ക്ലാസ്സസ് കണ്ട് അതവിടെ വിട്ടു, ഞാൻ ക്ലാസ് കണ്ടു എൻ്റെ ജോലി കഴിഞ്ഞു എന്ന് വിചാരിച്ച് പോകരുത്. ക്ലാസ് കണ്ടതിന് ശേഷം നെക്സ്റ്റത്തെ 1 മണിക്കൂർ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. അതിനുശേഷം ഇവിടെയും സെയിം രീതി തന്നെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ 1.5 മണിക്കൂറേ ഉള്ളൂ, ഈസി സബ്ജക്റ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂറായിട്ടും പിന്നത്തെ 1/2 മണിക്കൂറായിട്ടും ഇതിനെ ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ 1/2 മണിക്കൂറിൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, ക്ലാസ്സസ് കാണുക. അതിനുശേഷം പിന്നത്തെ 1/2 മണിക്കൂറിൽ വീണ്ടും നിങ്ങൾ അതിൻ്റെ സെൽഫ് സ്റ്റഡി, കണ്ട ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായോ എന്നുള്ള സെൽഫ് സ്റ്റഡി നടത്തി നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മൊഡ്യൂൾ 1ലെ ഒരു ദിവസമാണ്. അപ്പോൾ നെക്സ്റ്റ് ദിവസം നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്, നെക്സ്റ്റ് ദിവസം നിങ്ങൾ അടുത്ത 2 സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യും. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ഇവിടെ GA എടുത്തേം കൊണ്ട് അടുത്ത ദിവസം നിങ്ങൾ GS എടുക്കും. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ ബേസിക് ആയിട്ടുള്ള ആൾക്കാർ കൊണ്ടുപോകേണ്ടതെന്ന് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ.
ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് മോഡറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ അവരും ഇതേ കാര്യം തന്നെ കീപ്പ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ M1+, M2+, M3 എന്ന് പറഞ്ഞിരിക്കുന്ന ഇതേ സ്റ്റഡി പ്ലാൻ തന്നെയാണ് നിങ്ങളും കീപ്പ് ചെയ്യാനായിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺസെപ്റ്റ്സിൻ്റെ കൂടെ പ്രാക്ടീസും കൂടെ ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ബേസിക്സ് അത്യാവശ്യം അറിയാം. സോ ബേസിക്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇവിടേക്ക് പ്രാക്ടീസും കൂടെ ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് അപ്പോൾ ടൈമിൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. ആദ്യത്തെ സബ്ജക്റ്റ് 2.5 മണിക്കൂർ, രണ്ടാമത്തെ സബ്ജക്റ്റ് 1.5 മണിക്കൂർ, ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് പോവുക. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് ബേസിക്സിൻ്റെ ആവശ്യമുണ്ടോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് അഡിഷൻ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഡെഫിനറ്റ്ലി ഇല്ല. സോ അപ്പോൾ എന്ത് ചെയ്യാം? അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷൻ ആവശ്യമുള്ളവർ അഡ്വാൻസ് ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. കോൺസെപ്റ്റ്സ് ഞാൻ അറിഞ്ഞതിൽ നിന്ന് മാറിപ്പോയോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് വെറുതെ ആരും ടൈം ഒന്നും കളയാൻ നിൽക്കരുത്. ഓക്കെ, സോ അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷന് നിങ്ങൾക്ക് വേണ്ടത് പ്രാക്ടീസ് മാത്രമാണ്. സോ നിങ്ങൾ ഓൾറെഡി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ 4 മാസത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് മന്തിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ 4 മാസത്തിന് ശേഷം പിന്നെ വരുന്ന ലാസ്റ്റത്തെ 2 മന്ത്സ് ആണ് കേട്ടോ. മന്ത് 5 and 6 ആണ്. ഇവിടെ 3ഉം 4ഉം ആണ്, അല്ല ഇവിടെ 5ഉം അതുപോലെ തന്നെ 6ഉം ആണ്. ഞാൻ വീക്സിൽ എഴുതിയപ്പോൾ വന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വീക്ക് ഏരിയാസ് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, വീക്ക് ഏരിയാസ് കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയായിരിക്കും? നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകളും ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഒക്കെ തന്നെയായിരിക്കും. അതിലേക്ക് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഓൾറെഡി കോൺസെപ്റ്റ്സ് പഠിച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? സ്പീഡ് കൂട്ടാനല്ല, അത് ലാസ്റ്റാണ്. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങളുടെ ലാസ്റ്റത്തെ 1 മാസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന 5th and 6th മന്ത്, അത് ബേസിക്കലി നമ്മുടെ 6th മന്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ എയിം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻ ആണ്. സോ ഇവിടെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള റിവിഷൻ ആണ്. ഇൻറ്റൻസീവ് ആയിട്ടുള്ള റിവിഷൻ വീക്ക് ഏരിയാസ് മനസ്സിലാക്കാനാണോ? ഇല്ല, വീക്ക് ഏരിയാസ് ഓൾറെഡി മനസ്സിലായി. ആ വീക്ക് ഏരിയാസ് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ സ്പീഡ് കൂട്ടണം അല്ലേ? സോ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലാസ്റ്റ് മന്തിൽ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് മാക്സിമം കൂട്ടാനായിട്ട് നോക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ എങ്ങനെ ചെയ്ത് തീർക്കാമെന്നുള്ള ഷോർട്ട് കട്ട്സിലേക്കൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒപ്പം തന്നെ നിങ്ങളുടെ റിവിഷനും കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം. നിങ്ങൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക അല്ലേ? സോ കോൺക്രീറ്റ് നോട്ട്സും കൺസൈസ് നോട്ട്സ് ഒക്കെ ഉണ്ടാകും. സോ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ഒരു ചെറിയ ടിപ്പും കൂടി പറഞ്ഞു തരാമെന്ന്. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു പുതിയ ടോപ്പിക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ടോപ്പിക്സ് മാത്രം പഠിച്ചു പോകാതെ അതിൽ നിന്ന് കൂടി ജസ്റ്റ് റിവൈസ് ചെയ്ത് പോകുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം മാത്സിൽ ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കുകയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായാൽ ഉടനെ ആ ഏരിയയിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക, എന്നിട്ട് അതുമായിട്ട് കമ്പൈൻ ചെയ്ത് നോക്കുക. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾക്ക് അത് റീറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസിൽ നിങ്ങളുടെ കണ്ണുടക്കും. എന്നിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്യും ഇത് പഠിച്ച ആ കാര്യമല്ല, അതിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ടെന്നല്ലേ. അപ്പോൾ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ആ ഡയറക്റ്റ്ലി റിലേഷൻഷിപ്പ് വരാത്ത ക്വസ്റ്റ്യൻസിനെയും നിങ്ങൾ വീണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പം ഏത് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, പ്രത്യേകിച്ചും റെയിൽവേയുടെ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒരു പാറ്റേണിലാണ് ഫോളോ ചെയ്യുക. ഓക്കെ, ആദ്യം A:B എന്നാണെങ്കിൽ ഇത് നെക്സ്റ്റ് എക്സാമ്പിൾ B:A എന്നാകും. ജസ്റ്റ് നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇനിയിപ്പം RRB JEയുടെ എക്സാമിനേഷനിലും വേണ്ടി മാത്രമല്ല, JEയുടെ ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ മോഡിഫൈ ചെയ്ത് ALPയിൽ വരാറുണ്ട്. അത് പല രീതിയിൽ മോഡിഫൈ ചെയ്തിട്ട് ഗ്രൂപ്പ് ഡിയിലും വരാറുണ്ട്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നതെന്ന് നിങ്ങൾക്കൊരു നല്ല ഐഡിയ കിട്ടും. സോ പാറ്റേൺ മസ്റ്റായിട്ട് നോക്കുക. ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, ഓൾവേസ് ലേൺ ഫ്രം ദ ബെസ്റ്റ്.
ഓരോ കാര്യങ്ങളും ഓൾറെഡി കണ്ടുപിടിച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പോയിട്ട് അതിനെ കണ്ടുപിടിച്ച് ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അറിയുന്ന ആൾക്കാർ പറയുന്നത് കേക്ക്, അവരുടെ ഗൈഡൻസ് എടുത്തിട്ട് ആ അഡ്വൈസസിലൂടെ സ്മാർട്ടായിട്ട് നിങ്ങളുടെ ഗോളിലേക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സോ ഇതൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള 6 months പ്ലാൻ ആണ്. ഇത് ഡെഫിനറ്റ്ലി നിങ്ങളെ കംപ്ലീറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതോടെ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഡു സബ്സ്ക്രൈബ്. നിങ്ങളെ പോലെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോസ് ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമൻസിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.